ഇന്ന് തൃക്കേട്ട നാൾ അത്തം തുടങ്ങി ഇന്നത്തേക്ക് 7ാം ദിവസമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ്. 36 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ദിവസമാണ് എൻ്റെ ആദ്യത്തെ ഉണ്ണി പിറന്നത്. പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല കേട്ടോ. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകണം, പിന്നെ അവനൊന്ന് പുറത്ത് കൊണ്ടുപോകണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് രാവിലെ ഞാനും മോനും പീലിമോളും കൂടി കുളിച്ച് അത് തൊട്ടടുത്ത നാഗക്കാവിലേക്കാണ് കേട്ടോ ആദ്യം പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പൂ പറിക്കണം. പൂ പറിക്കുകയല്ല, വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ ജമന്തി പൂ വിൽക്കുന്നുണ്ട്. ജമന്തി അല്ല, വെന്തി. കഴിഞ്ഞ വർഷമൊക്കെ ജമന്തിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പ്രാവശ്യം അവർ വെന്തി മാത്രം നട്ടിട്ടുള്ളൂ. മഞ്ഞ വെന്തിയും ഓറഞ്ച് വെന്തിയും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ ഈ നാടൻ പൂക്കളായ മന്ദാരം, ചെമ്പരത്തി അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വിൽക്കുന്നത് ഈ വെന്തി മാത്രമാണ്. അപ്പോൾ 200 രൂപയാണ് കേട്ടോ, കിലോ 200 രൂപയാണ്. അപ്പോൾ ഞാനൊരു 50 രൂപയ്ക്ക് വാങ്ങിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മന്ദാരവും ചെമ്പരത്തിയൊക്കെ തന്നു കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ പൂ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊടുത്തതിൻ്റെ ബാക്കി പറിച്ചത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതേ ഞങ്ങൾക്കുള്ള പൂ തൂക്കി തന്നു. വെന്തി 50 രൂപയ്ക്ക് എടുത്തതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള പൂക്കളൊക്കെ തന്നത്. അങ്ങനെ ഞങ്ങളിതേ പൂവൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇതേ പൂക്കളം ഇടാനായിട്ട് പൂവൊക്കെ റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ ഞാനിന്ന് തറയിലല്ല പൂവിട്ടത്, കാരണം ഇന്നലെ മഴ പെയ്തപ്പോഴേക്കും തറയൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട്. പിന്നെ ചാണകമാണെങ്കിലും തീർന്നിരിക്കുവാണ്, മെഴുകിയിട്ടില്ല. അപ്പോൾ ഞാനോർത്തു ഇന്നൊരു ദിവസം ഈ കോലായിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കോലായി രാവിലെ അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ മൂലമല്ലേ, അപ്പോൾ നാളെ ചതുരക്കളം റെഡിയാക്കണം. അപ്പോൾ അതിന്ന് വൈകുന്നേരം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ വെച്ചത്. അതൊരു വെറൈറ്റി കളറായിരുന്നു. അപ്പോൾ ഞാനത് ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു ആദ്യം അത് നടുക്ക് വെക്കുന്നുണ്ട്. പിന്നെ അതിന് ബാക്കിലായിട്ട് മന്ദാരം 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ എടുത്തിട്ട് മന്ദാരം വെക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ ചെമ്പരത്തി, ചുമന്ന ചെമ്പരത്തി 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ഇതെടുത്തിട്ട് അത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൂവിങ്ങനെ കൊണ്ട് വെക്കും, പീലിമോളെടുത്ത് മാറ്റും, അങ്ങനെയാണ് കേട്ടോ. അവളുടെ ഇഷ്ടത്തിന് ഇടാൻ നോക്കുവാണ്. പിന്നെ അതേ നമ്മുടെ മുറ്റത്തൊരു ബുഷ് പോലത്തെ ഒരു ചെടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നു, അത് പച്ച കളറിനായിട്ട് അതും വെച്ചിട്ടോ. പിന്നെ നമ്മുടെ വെന്തിയില്ലേ, ഓറഞ്ച് വെന്തി, ഞാൻ അങ്ങനെ മുഴുവനോടെ വെക്കുവാൻ കേട്ടോ, ഒന്നും ചെയ്തില്ല. പിന്നെ മഞ്ഞ വെന്തി കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇതിലൊക്കെ അടർത്തി എടുത്തിട്ട് ഈ ഓറഞ്ച് വെന്തിയുടെ ബാക്കിലായിട്ട് ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ പൂക്കളം, ഇഷ്ടമായോ? അങ്ങനെ ഞങ്ങളിത് പൂക്കളമൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അയ്യമ്പള്ളിയിലുള്ള അമ്പലം വരെ ഒന്ന് പോയിട്ടോ. ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പീലിമോളും മോളും അഖിലും കുഞ്ഞൊക്കെ കൂടി അവരുടെ വീട്ടിലേക്ക് പോയിട്ടോ. ഇന്ന് അഖിൽ ലീവായിരുന്നു, അപ്പോൾ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ മോനെയും കൂടി കൂട്ടി ഒന്ന് പുറത്തേക്ക് പോയി. അവന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവനൊരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാൻ സാധാ ഊണാണ് കേട്ടോ കഴിച്ചത്, എനിക്ക് പൂക്കളം ഇടാനുള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോൻ്റെ പിറന്നാൾ വിശേഷം. സെപ്റ്റംബർ 8 മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് ചെറുതായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇനി നാളത്തെ വിശേഷവുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.